എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇമിഗ്രൻ്റ് ആയിട്ടൊരു രാജ്യത്ത് പോകുമ്പോൾ അത് സ്റ്റുഡൻ്റ് ആയിട്ടായിക്കോട്ടെ, PR ആയിട്ടായിക്കോട്ടെ, ഇപ്പോൾ കാനഡയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് ഏത് കാറ്റഗറി നമ്മളിവിടെ വന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു അത്യാവശ്യമായിട്ട് കിട്ടുന്നുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ താമസ സ്ഥലം, സൗകര്യങ്ങൾ, ഫുഡ്, ഇങ്ങനെ. അപ്പം കാനഡയിൽ നമുക്ക് ഇതിനൊക്കെ പുറമെ വണ്ടിയുടെ ലൈസൻസും കൂടി ഒരു അത്യാവശ്യ കാര്യമായിട്ട് വിടുന്നൊരു കാര്യമാണ്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യം നല്ല ശോകമാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് പാർട്ട് ടൈം ഒക്കെ ചെയ്യുമ്പോൾ സ്റ്റുഡൻ്റൊക്കെ ആയിട്ടുള്ളപ്പോഴാണ് ഈ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ വരുന്നത്. കാരണം നമ്മൾ നൈറ്റ് ഷിഫ്റ്റ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ വിശ്വസിച്ച് ഒരു ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല. കാരണം ഒരുമാതിരി രാത്രിയൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാ ബസ്സുകളും തന്നെ എല്ലാ റൂട്ടിലെയും തന്നെ ബസ്സുകൾ തീരും. ഒരു ബസ്സെങ്ങാനും മിസ് ചെയ്ത് കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇത് ഊബറൊക്കെ എടുത്ത് അല്ലെങ്കിൽ ലിഫ്റ്റൊക്കെ എടുത്ത് പോകുന്നതിനേക്കാളും ചീപ്പാണ്. ഉദാഹരണത്തിന് ഇവിടുന്ന് ഇപ്പം ഞാൻ നിൽക്കുന്നത് മിസ്സാഗ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടുന്ന് ന്യൂ മാർക്കറ്റ് പോകണം, ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോകണമെങ്കിൽ ഒരു $70 ഒക്കെ ഡോളറിൻ്റെ ഇതുണ്ട്. ഇത് തന്നെ ബസ്സിൽ ഒരു $11-15 തീരുന്നൊരു കേസാണ്. പക്ഷേ കാറിൽ നമ്മൾ പോവുകയാണെങ്കിൽ ഒരു 20 മിനിറ്റിൽ ട്രാഫിക് ഇല്ലാത്തപ്പോൾ ചെല്ലുന്നൊരു സ്ഥലമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 40-45 മിനിറ്റിലൊക്കെ ചെല്ലുന്നൊരു സ്ഥലമാണ്, ബസ്സിൽ ഇത് 1.5 to 2 മണിക്കൂർ ഈസിലി ആകും. അപ്പം ഈ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ഇതൊരു ലക്ഷറി ഐറ്റം അല്ല, ഒരു നെസസിറ്റി ആയിട്ട് മാറും. ഈ അടുത്ത കാലത്ത് ഇവിടെ മിസ്സാഗയിൽ ലൈസൻസ് എടുത്ത ഒരാളുടെ നമ്മളിപ്പോൾ പരിചയപ്പെടുവാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ പ്രോസസ്സ് എന്നുള്ളതും എത്രത്തോളം സമയമെടുത്തു, എത്ര രൂപ ചിലവായി എന്നുള്ളതെല്ലാം നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ആദ്യമേ തന്നെ നമ്മുടെ ഇവിടുത്തെ ലൈസൻസുകൾ, അതായത് നമ്മൾ ബൈക്കിൻ്റെ ലൈസൻസും കാറിൻ്റെ ലൈസൻസും നാട്ടിലെ പോലെ തന്നെ വ്യത്യസ്തമായിട്ട് എടുക്കണം. അതിൽ ബൈക്കിൻ്റെ ലൈസൻസിന് M എന്നും M1, M2, M എന്നും. നമ്മുടെ നാട്ടിൽ 2 ഇതേ ഉള്ളൂ, ലേണേഴ്സും പിന്നെ ഡ്രൈവ് ടെസ്റ്റും. അപ്പോൾ നമ്മൾക്ക് ഫുൾ ലൈസൻസ് ആകും അപ്പോൾ തന്നെ. പക്ഷേ ഇവിടെ എല്ലാ ലൈസൻസിനും 3 രീതിയിലാണ് വിഭജിച്ചേക്കുന്നത്. അപ്പോൾ കാറിൻ്റെ ആകുമ്പം G1, G2, ഏറ്റവും ടോപ്പിലുള്ളത് G എന്നുള്ളത്. ട്രക്കിന് വേറെ ലൈസൻസ്, നാട്ടിൽ ഹെവി പോലെ തന്നെ വേറെയുണ്ട്. നമ്മുടെ നാട്ടിലെ ലേണേഴ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ G1 ആണ് അല്ലേ. അപ്പം നാട്ടിൽ ലൈസൻസ് ഉള്ളൊരു വ്യക്തിയല്ലേ, എങ്ങനെയായിരുന്നു ആ ഒരു ലേണേഴ്സ് ടെസ്റ്റിൽ എന്തൊക്കെയാണ് ചോദിച്ചത്, എളുപ്പമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് പറയാം. നമ്മുടെ ഇവിടുത്തെ ലേണേഴ്സിനെയാണ് G1 എന്ന് പറയുന്നത്. അതിന് ഓൾമോസ്റ്റ് എനിക്ക് 160-150 ആ ഒരു റേഞ്ചാണ് കോസ്റ്റ് ആയത്. അപ്പം ഇവിടെ ആണെങ്കിലും റൂൾസും സൈനുമാണ് ഉള്ളത് എക്സാമിന്. അപ്പോൾ ഞാനതിൽ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ റൂൾസിന് ഫെയിൽ ആവുകയാണ് ചെയ്തത്. അപ്പോൾ റൂൾസിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റൂൾസും സൈനും രണ്ടും രണ്ടായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ റൂൾസിന് ഫെയിലായ നെക്സ്റ്റ് ടൈം നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ റൂൾസ് മാത്രം എഴുതിയാൽ മതി. $16 എക്സ്ട്രാ ചെയ്ത് കഴിയുമ്പോൾ എനിക്കത് റൂൾസ് ഒന്നും കൂടി എക്സാം എഴുതാൻ പറ്റും. ഫെയിലാകുന്ന അതേ ദിവസം തന്നെ ഈ $16 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുമോ? മോസ്റ്റ്ലി പറ്റുമായിരുന്നു. പക്ഷെ ഞാൻ പോയത് ഒരു വീക്കെൻഡിലാണ്. വീക്കെൻഡിൽ ഭയങ്കര ക്രൗഡാണ് അവിടെ. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, വീക്ക് ഡേയ്സിൽ വരുവാണെങ്കിൽ നമ്മൾ ഫെയിൽ ആയാലും അന്ന് തന്നെ അവർ 1, 2, 3 പ്രാവശ്യം നമുക്ക് തരും. എളുപ്പമായിരുന്നു ഇതിന്റെ റൂൾസും സൈനും പഠിക്കുന്നത്. സത്യം പറഞ്ഞാൽ എളുപ്പമായിരുന്നു. എന്താ എനിക്ക് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരേ ഒരു സാധനം മാത്രമാണ് റെഫർ ചെയ്തോളൂ. റെഫറൻസിന് വേണ്ടി അപ്പന ടൊറൻഡോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിനപ്പം ബുക്കൊന്നുമില്ല. നാട്ടിൽ നമുക്കിപ്പോൾ ലേണേഴ്സിന് ഒരു ബുക്ക് മേടിക്കാൻ കിട്ടും. നമ്മളത് പഠിച്ചു കഴിഞ്ഞാൽ വലിയ സമയമൊന്നും വേണ്ട, അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാസ്സായിപ്പോയി. ഇവിടെ അങ്ങനെ ബുക്കാണോ? ഇവിടെ ബുക്കുണ്ട്. പക്ഷെ നമ്മൾ ആരും തന്നെ, എനിക്ക് തോന്നുന്നത് ഞാൻ ബുക്ക് എടുത്തില്ല, ആരും തന്നെ ഇവിടെ ബുക്ക് വാങ്ങി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ഇഷ്ടം പോലെ സോഴ്സസ് ഉണ്ട് വേറെ. പക്ഷേ എൻ്റെ ഇതിൽ ഞാൻ അപ്പന ടൊറൻഡോ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്ന് മാത്രമാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഓർത്ത് അത് മതിയായിരിക്കുമെന്ന് ഓർത്താണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ ചെന്ന് കഴിയുമ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് എല്ലാത്ത ക്വസ്റ്റ്യൻസ് വന്നു. അപ്പന ടൊറൻഡോ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ഇതായിരുന്നു. ഞാൻ ലൈസൻസ് എടുത്ത് അപ്പന ടൊറൻഡോ മാത്രം നോക്കിയാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വേറെയും പുതിയ വെബ്സൈറ്റുകളും ആപ്പുകളും ഉണ്ട്. അപ്പം പ്ലേ സ്റ്റോറിലാണേലും ആപ്പ് സ്റ്റോറിലാണേലും ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഫ്രീ ടൈമിൽ ഇരുന്ന് പഠിച്ചാൽ മതിയായിരിക്കും. അതിനുള്ള സാധനങ്ങളല്ലേ ഉള്ളൂ. മാക്സിമം 1 hour അത്രേ ഉള്ളൂ. ഒരു ദിവസം ഒന്ന് മെനക്കെട്ടാൽ തീർക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ലേണേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ ലേണേഴ്സ് എടുക്കുന്ന കാര്യം എല്ലാം പറഞ്ഞു. നമ്മുടെ ഈ ലേണേഴ്സൊക്കെ എടുക്കാനായിട്ട് നമ്മൾ പോകുന്നത് എവിടെയാണ്? അത് ഞാൻ എടുത്തത് മിസ്സിസാഗയാണ്. അപ്പോൾ മിസ്സിസാഗയിലെ ഡ്രൈവ് ടെസ്റ്റ് സെന്റർ ഉണ്ട്. ഓക്കെ, ഓരോ ഡ്രൈവ് ടെസ്റ്റ് സെന്ററുകൾ ഓരോരോ സിറ്റിയിലുണ്ട്. അവിടെ പോയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ മിസ്സിസാഗയിൽ ഇത്രയും മലയാളികളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. ഇവിടുത്തെ കോവിഡൊക്കെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് പേർക്ക് ലൈസൻസ് എടുക്കുന്നതിൽ കുറേ ഡിലേ ഒക്കെ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ എങ്ങാണ്ട് തുടങ്ങിയൊരു സ്ഥാപനമാണ് ടെമ്പററി ഡ്രൈവ് ടെസ്റ്റ് സെൻറ്റർ എന്നാണ് എൻ്റെ അറിവ്. ലേണേഴ്സ് എടുത്ത് കഴിയുമ്പോൾ നമുക്കിപ്പം നാട്ടിൽ ലൈസൻസ് ഇല്ലാത്ത, അതായത് ഇപ്പം കാനഡയിലോട്ട് വരുന്നതിൽ കൂടുതലും സ്റ്റുഡൻസ് ആണ് വരുന്നത്. ഈ സ്റ്റുഡൻസിൻ്റെ പോപ്പുലേഷനിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80 to 90% +2 കഴിഞ്ഞ കുട്ടികളായിരിക്കും വരുന്നത്. അപ്പോൾ അവരിൽ മിക്കവർക്കും വണ്ടി ഓടിക്കാനൊക്കെ അറിയാവുന്നവരായിരിക്കും, നാട്ടിൽ വണ്ടി ഓടിക്കുന്നവരായിരിക്കും. പക്ഷേ നിയമപരമായിട്ടൊരു ലൈസൻസ് ചിലപ്പം എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല. വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിലും ലൈസൻസ് എടുക്കാനുള്ള പ്രായമായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലേണേഴ്സ് എടുത്ത് കഴിയുമ്പം
എത്ര നാൾ വെയിറ്റ് ചെയ്യണം, ഇനി ലൈസൻസ് എടുത്ത് എക്സ്പീരിയൻസ് ഉള്ളവർ ലേണേഴ്സ് എടുത്ത് കഴിയുമ്പോൾ എത്ര നാൾ വെയിറ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? ബേസിക്കലി എനിക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള കാരണം എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? ഒരു 6 years ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ലൈസൻസ് ഇല്ലാത്തൊരു പേഴ്സൺ ആണെങ്കിൽ 8 months വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത് എന്തിൻ്റെ ബേസിലായിരുന്നു? നാട്ടിൽ നിന്നും അബ്സ്ട്രാക്റ്റ് കൊണ്ടുവന്നതിൻ്റെ ബേസിലാണോ? ഈ അബ്സ്ട്രാക്റ്റ് എന്താണെന്നും അതെങ്ങനെയാണ് എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ ഒന്ന് പറയാമോ? ലൈസൻസ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആർ ടി ഓഫീസിൽ നമുക്ക് കിട്ടുന്നത്, അതായത് നമ്മുടെ എക്സ്പീരിയൻസ് കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇന്ന ടൈം മുതൽ ഇന്ന ടൈം നമ്മൾ എന്നാണ് ലൈസൻസ് എടുത്തത്, അതായത് നമ്മുടെ ജസ്റ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് കിട്ടുന്നത് അത് നമ്മൾ ആർ ടി ഓഫീസിൽ ഡയറക്റ്റ് അവരുടെ സൈറ്റിൽ കയറി നമ്മൾ അപ്ലൈ ചെയ്യണം. അവിടെ ഒരു ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് വഴി നമ്മൾ അപ്പോൾ നമ്മൾ നേരെ ആർ ടി ഒ ഓഫീസിൽ പോയെന്ന് വെച്ച് ഇത് കിട്ടില്ല. നമ്മൾ ഓൺലൈനിൽ അപേക്ഷിച്ചിട്ട് ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അത് അപ്രൂവൽ ആകുമ്പോൾ നമ്മൾ പോയി പ്രിന്റ് എടുത്ത് അത് ആർ ടി ഓഫീസിൽ നമ്മുടെ ഇപ്പം ഏത് റീജിയൻ ആണോ ആ ആർ ടി ഓഫീസിൽ പോയിട്ട് അവിടെ പോയിട്ട് സീൽ മേടിക്കാം. എന്താണ് ഇത്രയും പാടുപെട്ട് ഇതൊക്കെ എടുക്കുന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ നാട്ടിലെ ആ ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് അത് എത്ര വേണേലും ആയിക്കോട്ടെ, അത് നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ വെറുതെ ആഡ് ചെയ്യുമല്ല, നമ്മുടെ ലൈസൻസ് കിട്ടി നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇൻഷുറൻസിൽ തരക്കേടില്ലാത്തൊരു ഇത് വ്യത്യാസം വരും. ഇത്രയും എക്സ്പീരിയൻസ് നമ്മുടെ ലൈസൻസിൽ കാണിക്കുന്നതുകൊണ്ട് വേറെ കുറച്ച് ബെനിഫിറ്റുകളൊക്കെ വരും. ഞാനൊരു +2 കഴിഞ്ഞ ഒരാളാണ്. ഞാനിവിടെ വന്നു ജീവൻ അഥവാ ഇവിടുത്തെ ലേണേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണേൽ പോയി ലേണേഴ്സ് എഴുതാം. പക്ഷേ ലേണേഴ്സ് കിട്ടിക്കഴിഞ്ഞ്, അതായത് 3 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു, G1, G2, G. അതിൽ G2 എന്ന് പറയുന്നതാണ് റോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ G2 എഴുതണമെങ്കിൽ ഞാൻ 8 മാസം വെയിറ്റ് ചെയ്യണം. അതായത് +2 ഒക്കെ കഴിഞ്ഞ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ലേണേഴ്സ് എഴുതി കഴിഞ്ഞ് 8 മാസം വെയിറ്റ് ചെയ്യണം. വന്ന ഉടനെ തന്നെ ലേണേഴ്സ് എഴുതി വെക്കുന്നത് അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ 8 മാസം വെയിറ്റ് ചെയ്യേണ്ട അബ്സ്ട്രാക്റ്റ് ഉള്ളവർക്ക്, അവർക്ക് വേണമെങ്കിൽ G2 എടുക്കണ്ട, കോൺഫിഡൻ്റ് ആണെങ്കിൽ നേരെ ജിയിലോട്ട് പോകാം. അപ്പോൾ ഈ ഇത്രയും നേരം നമ്മൾ G2 G എന്ന് പറഞ്ഞപ്പോൾ എന്താ ഇതിൻ്റെ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് G2 എന്ന് പറയുമ്പോൾ നമ്മൾ ലേണേഴ്സ് എഴുതി കഴിഞ്ഞ് നമ്മൾ റോഡ് ടെസ്റ്റിന് പോകുമ്പം നമ്മൾ ഈ എന്നാ പറയുന്നത്, ഈ സിറ്റിക്ക് അകത്തൂടെയുള്ള വഴിയിലുള്ള പരിപാടികളേ ഉള്ളൂ. ടെസ്റ്റിന് എല്ലാ കാര്യങ്ങളും അതിന് നടക്കുന്ന ഒരു 60 അല്ലെങ്കിൽ 80 സ്പീഡ് പോലും ഉണ്ടാവത്തില്ല, 60 സ്പീഡിലുള്ള പരിപാടികളേ ഉള്ളൂ. പക്ഷേ ജിയിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഹൈവേയിലോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം വേറെയും കുറച്ച് ചോദ്യങ്ങളുണ്ടാകും, പക്ഷേ ഹൈവേയിലത്തെ നമ്മുടെ പെർഫോമൻസ് ആണ് അവരതിൽ വിലയിരുത്തുന്നത്. അപ്പോൾ ഹൈവേയിലത്തെ സ്പീഡ് എന്ന് പറയുന്നത് 100ഉം 120 വരെയും സ്പീഡിൽ പോകും. അപ്പം 110 ഇവിടെ ഒഫീഷ്യലായിട്ട് ചില ഹൈവേയിലുള്ളത്. അപ്പം എന്നാ പറയുന്നത്, ഇത് നമ്മൾ 8 മാസം വെയിറ്റ് ചെയ്യാതെ അബ്സ്ട്രാക്റ്റ് ഉള്ളവർക്ക് നേരിട്ട് നമുക്ക് ഈ എക്സാമിന് പോകാം. ചില ഇതൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കേൾക്കാറുണ്ട്. അതായത് ഇൻ്റർനാഷണൽ ആയിട്ട് വരുന്നവരുടെ, അതായത് പലരും ഒന്ന് ലെഫ്റ്റിലായിരിക്കും വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഇത്രയും നിയമം പാലിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല അവരവരുടെ രാജ്യങ്ങളിൽ പലയിടത്തും. ഇപ്പോൾ ഇന്ത്യ ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാനൊക്കെ ആണെങ്കിലും അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരുടെ സ്ഥലത്തെ നിയമപാലനം ഇവിടുത്തെ അത്രയും വരുന്നില്ല. ഇപ്പോൾ UAE നല്ല രീതിയിൽ നിയമം പാലിച്ച് ഓടിക്കുന്ന ഒരു സ്ഥലമാണ്. UK ഒക്കെ അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല മറ്റു രാജ്യങ്ങൾ. നമ്മുടെ നാട്ടിൽ തന്നെ ലെയിൻ പോലും നമ്മൾ നോക്കിയല്ല ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ ഇച്ചിരൂടെ സ്ട്രിക്റ്റ് ആക്കാറുണ്ട് എക്സാമിൽ നമ്മളെ. അതായത് നമ്മൾക്ക് മോശമായിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ഇച്ചിരൂടെ നോക്കും അവർ നമ്മൾ കറക്റ്റായിട്ടാണോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ G2 എടുക്കാൻ ചിലർ പറയാറുണ്ട്. അപ്പം സോണി എങ്ങനെയാണെന്നും എടുത്തത്? ഞാൻ G2 പോയത്. പക്ഷെ ഞാൻ എനിക്ക് G പോകാമായിരുന്നു, കാരണം എനിക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ആയ കാരണം. പക്ഷെ ഞാൻ G2 പോയി. എൻ്റെ കോൺഫിഡൻസ് കുറവായതുകൊണ്ട് തന്നെയാണ് ഞാൻ പോകാൻ. കാരണം G പോകാൻ മാത്രം അത്ര സെറ്റായില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവിടെ നിയർ ആയിട്ട് വന്ന് കുറച്ച് നാൾ മുമ്പ് വന്നതേ ഉള്ളൂ. അവൾ ഡയറക്റ്റ് G പോയത്. അപ്പോൾ ഈ 2 ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. ഈ അബ്സ്ട്രാക്റ്റ് മാത്രം കാണിച്ചാൽ നമുക്കിത് ചെയ്യാൻ പറ്റുമോ, അതോ നാട്ടിൽ നിന്ന് വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ് കൊണ്ടുവരേണ്ടതുണ്ടോ? പിന്നെ ശരിക്കും നമ്മുടെ ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസ്, കാരണം ചില സ്ഥലത്ത് ഒറിജിനൽ വേണ്ടാന്ന് പറയുന്നു, കോപ്പി മതി എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായത്, ഞാൻ ഒറിജിനൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ മുമ്പത്തെ കുട്ടി എന്താ പറയുക അതാ കൊണ്ടുവന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു പറ്റില്ല. അതെ, ചിലർ ഇങ്ങനെ കോപ്പി കൊണ്ടുപോയിട്ട് അവരെ മടക്കി അയച്ച സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അത് ചില അവിടുത്തെ ഒഫീഷ്യൽസിന്റെ ഇതുപോലെ ഇരിക്കും, ഇംഗിതം പോലെ ഇരിക്കും ഇതെങ്ങനെയാണെന്നുള്ളത്. ഈ ജീവൻ കിട്ടിക്കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത ജീവൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് കണ്ടുപിടിക്കാം. അതായത് അബ്സ്ട്രാക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഉടനെ തന്നെ എഴുതാനുള്ള ഇതുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ക്ലാസ് എടുത്തു. അബ്സ്ട്രാക്റ്റ് ഇല്ലാത്തവരാണ് ഒരു 8 മാസം വെയിറ്റ് ചെയ്യണമെന്നുള്ളൂ. പക്ഷേ ഈ 8 മാസം നമുക്ക് നല്ലതാണ്, അത്രയും നാൾ നമുക്ക് ക്ലാസ് എടുക്കാനായിട്ടുണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെ എങ്ങനെയാണ് ഡ്രൈവിംഗ് സ്കൂളിന്റെ അവൈലബിലിറ്റി ഒക്കെ? ഇഷ്ടം പോലെയുണ്ട്. ഈവൻ ഇന്ത്യൻസ് വേണം, ഇന്ത്യൻസ് ഉണ്ട്, പാകിസ്ഥാനുണ്ട്, എല്ലാ രാജ്യത്തുള്ളവർക്കും അവരോട് നമ്മുടെ മലയാളീസിന്റെ ഇഷ്ടം പോലെ ഉണ്ട്. മലയാളീസ് തന്നെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സ് ഒരുപാടുണ്ട് അല്ലേ? ഡ്രൈവിംഗ് ലെസൺ എടുക്കണമെങ്കിൽ
എത്ര ലെസൺ വരെയാണ് എടുക്കേണ്ടത്, എത്ര രൂപയാണ് ഇതിനാവുന്നത് എന്നൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? ലെസൺ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഒരു ഇപ്പം നന്നായിട്ട് നല്ല കോൺഫിഡൻ്റ് ഉള്ളവർക്കൊന്നും ഒത്തിരി ലെസൻ്റെ ആവശ്യമില്ല. ഇപ്പം ന്യൂ ഡ്രൈവേഴ്സിനൊക്കെ ആണെങ്കിൽ അവർക്ക് 10 കുറച്ച് അത് ഡിപ്പെൻഡ്. എന്നാലും ഒരു 10 ലെസണൊക്കെ മാക്സിമം മതിയായിരിക്കും അല്ലേ? എത്ര ലെസൺ എടുത്തായിരുന്നു? ഞാൻ 5 ലെസൺ എടുത്തു. അപ്പോൾ അത് എനിക്ക് തന്നെ തോന്നി അത്ര ആവശ്യമില്ലായിരുന്നു. 3 ലെസൺ ഒക്കെ ഞാൻ ഓക്കെ ആയിരുന്നു. ഓക്കെ. പിന്നെ അതിന്റെ റേറ്റ് വരുന്നത് 30 മുതൽ 50 വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഓരോ റീജിയൻ അനുസരിച്ച് മാറിക്കൊണ്ട്. അതെ, അത് ഇച്ചിരി തിരക്കൊക്കെ, അതായത് ഒരുപാട് ഡിമാൻഡ് ഉള്ളിടത്ത് ഇച്ചിരി വില കൂടുതലാണെന്ന് ഉണ്ട്. പക്ഷേ ഇച്ചിരി കൺട്രി സൈഡ് അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ ഇച്ചിരി വില കുറവായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ എക്സാമിനും. അതായത് മിസ്സാഗ പോലെ അല്ലെങ്കിൽ ബ്രാംപ്ടൺ പോലത്തെ സ്ഥലത്ത് ഡ്രൈവ് ടെസ്റ്റ് സെൻറ്ററിൽ ഒടുക്കത്തെ തിരക്കായിരിക്കും. ഇച്ചിരി സ്ട്രിക്റ്റും ആയിരിക്കും അവർ. ആ സമയം ഇച്ചിരി കൺട്രി സൈഡിലൊക്കെ പോകുമ്പം ചിലരൊക്കെ ഇവിടെയൊക്കെ എഴുതി ഫെയിലായി കഴിയുമ്പോൾ ഇച്ചിരി കൺട്രി സൈഡിലൊക്കെ പോയി ലൈസൻസ് എടുക്കാറുമുണ്ട്. ഓക്കെ സോണി, ഇനി നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിനെ കണ്ടുപിടിച്ചു, നമ്മൾ അവരുടെ ക്ലാസ് എടുത്തു. ഇപ്പോൾ ഒരു 5 ക്ലാസ് തന്നെ ആണെങ്കിൽ അത് മതി എന്നാണല്ലോ പറഞ്ഞത്, അത്രയും പോലും ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ 10 വരെയാണ് നോർമലി എല്ലാവരും എടുക്കുന്നതെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പം എന്തൊക്കെയാണ് ഇവർ പഠിപ്പിക്കുന്നത്, എന്താണ് ഒരു ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എത്ര മിനിറ്റാണ് ഒരു ക്ലാസ് ഉണ്ടാവാറ്, ഇതൊക്കെ ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, ഒരു ക്ലാസ് എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞ പോലെ ഞാൻ എടുത്ത ആൾ 45 മിനിറ്റ്സ് ആണ് ഒരു സെക്ഷൻ, ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ചില സ്ഥലത്ത് ഒരു ദിവസം അപ്പോൾ ഒരു ക്ലാസ്സേ ഉണ്ടാവുള്ളൂ അല്ലേ? അതായത് $45 ഒരു ക്ലാസ് എന്ന് പറയുന്നത് 45 മിനിറ്റ് ആണ്. ഓക്കെ, ഞാൻ എടുത്തത് 45 $30 $50 ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെന്ന് കഴിയുമ്പം ഓരോ ക്ലാസ് ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ മൊത്തത്തിൽ എന്തൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്? മെയിൻലി ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്ന റോഡിൽ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും. കാരണം ഇവിടെ ഞാൻ പറഞ്ഞ പോലെ റൂൾസ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഓരോ സൈൻ അനുസരിച്ച് അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലൈൻ ചേഞ്ച്, ഒരു ലൈനിലൂടെ തന്നെ ഫോക്കസ് ചെയ്ത് ഓടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ലൈൻ ചേഞ്ചിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് പറയും. അതൊക്കെയാണ് മെയിനായിട്ട് റോഡ്. ഇത് നാട്ടിൽ വണ്ടി ഓടിച്ച് വരുന്ന ഒരാൾക്ക് ഇതൊക്കെ വളരെ എളുപ്പമല്ലേ ചെയ്യാൻ? സത്യം പറഞ്ഞാൽ എളുപ്പമാണ്. സ്റ്റിയറിംഗ് ബാലൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡ് വഴി പോകുന്നതിന് കുഴപ്പമില്ല. നമുക്ക് ലൈൻ ചേഞ്ചിൻ്റെ സമയത്ത് വരുമ്പോൾ എനിക്ക് കുറച്ച് പേടി വന്നത് ഈ ലൈൻ ചേഞ്ച്. കാരണം നമ്മൾ ഈ ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ക്രൗഡാണ്. അതെ, മിസ്സാഗ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ജനത്തിരക്കുള്ള ട്രാഫിക്കുള്ള വഴികളാണ് ഇവിടെ ഉള്ളത്. അപ്പം വണ്ടി വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് ലൈൻ ചേഞ്ച്, ഇപ്പോൾ ഒരു ലൈൻ അല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഈ സ്പീഡും നമ്മൾ നോക്കേണ്ടതുണ്ടല്ലേ? കാരണം മിക്ക ഡ്രൈവ് ടെസ്റ്റ് സെൻ്റർ ഇരിക്കുന്നതും ഒരു സിറ്റിയുടെ ഒക്കെ സ്ഥലത്തായിരിക്കും. അപ്പം റെസിഡൻഷ്യൽ ഏരിയ, സ്കൂളുകൾ ഒരുപാടുണ്ട്. അപ്പം നമ്മൾ അങ്ങേയറ്റം പേടിക്കേണ്ട ഒരു സ്ഥലമാണ് സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ നമ്മൾ അവിടുത്തെ സിഗ്നൽ കണ്ടാൽ തന്നെ അറിയാം, സ്കൂളിൻ്റെ സ്പീഡ് ലിമിറ്റ് എഴുതിയിരിക്കുന്നത് എപ്പോഴും ഒരു ലൈറ്റൊക്കെ ഉണ്ടാകും. അപ്പം 40 30 ഒക്കെ ആയിരിക്കും അവർ എഴുതുന്നത്. അത് ഓരോ സ്ഥലം അനുസരിച്ചിരിക്കും. അപ്പോൾ അത് ഫ്ലാഷ് ചെയ്യുമ്പം അതിൽ തന്നെ പോകണമെന്നുണ്ട്. അത് ഫ്ലാഷ് ചെയ്യാത്തപ്പം നമുക്ക് ബാക്കി 40 50 മെയിൻറ്റെയിൻ ചെയ്താൽ മതി. മിക്കവാറും 50 ആയിരിക്കും. അപ്പം ഇത് അവർ ടെസ്റ്റിൽ കൃത്യമായിട്ട് നോക്കും. അതായത് ഇപ്പം നമ്മുടെ ഹൈവേ സ്പീഡ് 100 ആണെങ്കിലും 120 വരെയും അവർ കണ്ണടയ്ക്കാറാണ് പതിവ്. 80 ഉള്ള സ്ഥലങ്ങളിൽ ഒരു 90 100 പോയാലും അവർ കണ്ണടയ്ക്കും. പക്ഷേ 50 ഉള്ള സ്ഥലത്തും, അതായത് സ്പീഡ് കുറയും തോറും ഈ കണ്ണടയ്ക്കുന്നതിൻ്റെ തോത് കുറയും. അതായത് 50 ഉള്ള സ്ഥലത്ത് 55 കൂടുതൽ അവർ പ്രതീക്ഷിക്കുന്നില്ല. വേറെ എന്തൊക്കെയാണ് പഠിപ്പിക്കാറ്? റൂൾസ് ആണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് ആദ്യം പഠിപ്പിക്കുക. കാരണം പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ലേ? ഈവൻ പെഡസ്ട്രിയൻസ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഈ മനുഷ്യന്മാരെ മാത്രമല്ല, ഇവിടുത്തെ കോബ്ര ചിക്കൻ. അതായത് ഇവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് ഗൂസ്, നമ്മുടെ മല്ലു ഗൂസിന്റെ ഗൂസ് പോലത്തെ ഗൂസ്. അപ്പോൾ ഇതൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇന്ന് പേടിപ്പിച്ച് അങ്ങ് മുന്നോട്ട് പോകാന്നൊക്കെ പറഞ്ഞാൽ ജയിലിൽ കിടക്കും. പിന്നെ G2 മെയിൻ ആയിട്ടുള്ളത് അപ്പ് ഹിൽ പാർക്കിംഗ്, ഡൗൺ ഹിൽ പാർക്കിംഗ്, എമർജൻസി പാർക്കിംഗ്, പിന്നെ നമ്മളെ പറഞ്ഞ റിവേഴ്സ് പാർക്കിംഗ്, ഫ്രണ്ട് പാർക്കിംഗ്, പിന്നെ ഉള്ളത് പാരൽ പാർക്കിംഗ്, 3 പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെയാണ് അപ്പ് ഹിൽ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹില്ലിലൊന്നും കൊണ്ടുപോയി നിർത്തത്തില്ല. ഇവർ ജസ്റ്റ് കാരണം നമ്മൾ ടെസ്റ്റ് കിടക്കുന്ന ഒരു നെയ്ബർഹുഡിലായിരിക്കും. എല്ലാം തന്നെ പരന്ന സ്ഥലങ്ങളാണ്. നമ്മൾ നല്ല തമിഴ്നാട്ടിൽ പോയൊരു പ്രതീതിയാണ് ഇവിടെ. അപ്പം ഈ പരന്ന സ്ഥലത്ത് നമ്മളോട് ഡൗൺ ഹിൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഓർക്കാൻ തന്നെ എളുപ്പമാണ്. ഡൗൺ ഹിൽ, ഡോക്ടർ എന്നങ്ങ് ഓർത്താൽ മതി. ഡൗൺ ഹില്ലിൽ റൈറ്റ് സൈഡിലോട്ട് സ്റ്റിയറിംഗ് കംപ്ലീറ്റ്ലി തിരിച്ച് നിർത്തി നമ്മളവിടെ പാർക്ക് ചെയ്ത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുത്തിരിക്കുക. ഇതോടെ തീർന്നു. അപ്പ് ഹില്ലാണെങ്കിൽ നമ്മൾ ലെഫ്റ്റിലോട്ട് കംപ്ലീറ്റ്ലി സ്റ്റിയറിംഗ് നിർത്താം. ഇത് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു കുന്നിൻ്റെ താഴോട്ടാണ് വണ്ടി നിൽക്കുന്നത്. ഡൗൺ ഹില്ലിലാണെങ്കിൽ ആ വണ്ടി ഫുൾ കുന്നിലോട്ട് വണ്ടിയുടെ എന്തെങ്കിലും കാരണം ബ്രേക്ക് ഫെയിലറോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് വണ്ടി ഊർന്നിറങ്ങുവാണെങ്കിൽ നേരെയാണ് വണ്ടി കിടക്കുന്നതെങ്കിൽ അങ്ങ് കുന്നിൻ്റെ താഴെ വരെയും പോകും. അവിടെയുള്ള വണ്ടികളെയോ ആൾക്കാരെയൊക്കെ ഇടിക്കും. അതേസമയം ഡൗൺ ഹിൽ പാർക്ക് ചെയ്തിടുവാണെങ്കിൽ, അതായത് നമ്മൾ വലത്തോട്ട് കംപ്ലീറ്റ്ലി ചെയ്തിടുവാണെങ്കിൽ ആ കെർബിലിടിച്ച് അങ്ങ് വണ്ടി നിന്നോളും. ഈ ഒരു കോൺസെപ്റ്റാണ് അപ്പ് ഹിൽ ഡൗൺ ഹിൽ പാർക്ക് എന്ന് പറയുന്നത്. പിന്നെ എമർജൻസി പാർക്കിംഗ് എല്ലാവർക്കും അറിയാം. ഒരു 4 സൈഡൊക്കെ ഇട്ട് നിൽക്കുക. ഇത് നിൽക്കാൻ മാത്രമല്ല, നമ്മുടെ ഇവിടെ ആംബുലൻസോ ഫയർ എഞ്ചിനോ പോലീസോ പോലും ലൈറ്റ് ഇട്ട് പോകുമ്പോൾ ഒതുങ്ങി കൊടുക്കണം എന്ന് നിർബന്ധമായിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെപ്പോഴും 4 സൈഡ് ഇട്ടൊന്ന് ഒതുക്കണം. അതിനൊക്കെ എമർജൻസി പാർക്കിംഗ് ഉപകരിക്കുന്നതാണ്. അപ്പോൾ ടെസ്റ്റിൻ്റെ സമയത്ത് എങ്ങാനും ഇങ്ങനെ വന്നാൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. ഇൻസ്ട്രക്ഷൻ ഇല്ലെങ്കിൽ പോലും ചെയ്തിരിക്കണം. അല്ലാത്തപ്പോൾ ഇവർ ഇൻസ്ട്രക്ട് ചെയ്യുമ്പോൾ ചെയ്യണം. അടുത്തതെന്ന് പറയുന്നത് 3 പോയിൻറ്റ്. അതും പേര് പോലെ വലിയ പാടുള്ള സാധനമല്ല, പേര് കാണിക്കുന്നുണ്ട്. നമ്മൾ ഒരു യു ടേൺ എടുത്ത് പോവാണ്, ഒരു നെയ്ബർഹുഡിലേക്ക് ഒരു റോട്ടിൽ കൂടെ ഒരു യു ടേൺ എടുക്കുകയാണ്. ഹൈവേയിലൊന്നും നടക്കുന്ന പരിപാടിയല്ല, ഒരു സാധാരണ ഒരു റോഡിൽ കൂടെ ചെയ്യുന്നൊരു പരിപാടി. അപ്പം ഇതും ഇൻഡിക്കേറ്ററൊക്കെ ഇടുന്നതിൻ്റെ ഒരു പ്രത്യേകത മാത്രമേ അതിലുള്ളൂ. ഇതൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അത്രയും ചെയ്ത് കഴിയുമ്പോൾ അതും ഓക്കെയാണ്. അതൊക്കെ നമുക്ക് ഈ പറഞ്ഞെല്ലാം ഒരു 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ ഒരു 2 ക്ലാസിൻ്റെ ആവശ്യമേ ഉള്ളല്ലേ ഇതിന്? 2 പ്രാവശ്യം ചെയ്താൽ മതി അല്ലേ? ഓക്കെ. അപ്പം അതായത് 5 ക്ലാസ് എന്നൊക്കെ പറയുന്നത് തന്നെ അത്യാവശ്യം ഒന്ന് വണ്ടി കയറിയിട്ടുള്ള ആൾക്ക് അത് മതി. പിന്നെ ഏറ്റവും പ്രശ്നമായിട്ട് പലരും പറയുന്നത് പാരലൽ പാർക്കിംഗ് ആണ്. റിവേഴ്സ് പാർക്കും ചിലർക്കൊരു പ്രശ്നമായിട്ട് വരും, പക്ഷേ അതും പ്രാക്ടീസിലൂടെ ശരിയാകുന്നതാണ്. പാർക്കിങ്ങിലാണ് പലരും എക്സാം തോക്കുക. അപ്പം ഈ പാരലൽ പാർക്കിംഗ് എന്ന് പറയുന്നത് അതായത് 2 വണ്ടികളുടെ, ഇനിയിപ്പോൾ എക്സാമിൻ്റെ സമയത്ത് 2 വണ്ടി ഉണ്ടാവില്ല, ഒരു വണ്ടിയുടെ സൈഡിൽ കൊണ്ടുവന്ന് നിന്നിട്ട് അതിൻ്റെ പുറകിലായിട്ട് പാർക്ക് ചെയ്യുന്നതാണ് ഇത്. അപ്പം ഇത് കെർബിൽ ഇടിക്കാതെ ആ വണ്ടിയിലോട്ടും പോകാതെ നമ്മൾ ചെയ്യണം. അപ്പം ഇത് ആണ് പലരും തോറ്റ് കാണുന്നത്. പക്ഷേ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മുടെ ഒരു വീക്ക് പോയിന്റ് പാരലൽ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ചെയ്തു തരാറില്ലേ? എങ്ങനെയാണ് സോണിക്ക് തോന്നിയിട്ടുള്ളത്? എൻ്റെ ഡ്രൈവിംഗിന് പഠിപ്പിച്ച അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും നമുക്ക് ഏതിലാണ് കോൺഫിഡൻസ് കുറവ്, ഏതാണ് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനും പറഞ്ഞത് എനിക്ക് റോഡിൽ കൂടെ അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല. ഞാനും പറഞ്ഞത് ഈ പാരൽ പാർക്കിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് പാരൽ പാർക്ക് ചെയ്തത്. കാരണം നമ്മുടെ നാട്ടിൽ റിവേഴ്സ് പാർക്കിംഗ് ഫ്രണ്ട് പാർക്കിങ്ങിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കതൊരു പുതിയൊരു ഇതായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നമുക്ക് പാടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരും. ഇതിൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഓക്കെ. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തോറ്റ വേറൊരു കാര്യം, വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഒരുപാട് പേര് തോക്കുന്ന ഒരു കാര്യം, സ്റ്റോപ്പ് സൈനിൽ റോൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ എല്ലായിടത്തും സ്റ്റോപ്പ് സൈൻ ഉണ്ട്. ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും ഇല്ലെങ്കിലും ആൾക്കാർ സ്റ്റോപ്പ് സൈനിൽ നിർത്തിയിട്ടേ പോകും. ചിലപ്പോഴൊക്കെ നമ്മുടെ നെയ്ബർഹുഡിലൊക്കെ പോലീസ് അപ്പുറത്ത് മാറി ഇന്ന് സ്റ്റോപ്പ് സൈൻ ഒബ്സർവ് വരെയും ചെയ്യും. കാരണം നല്ല ടിക്കറ്റും കിട്ടും സ്റ്റോപ്പ് സൈൻ നിർത്താണ്ട് പോയാൽ. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് സൈനിൽ വരുന്നു 3 സെക്കൻഡ്സ് നിൽക്കണമെന്നാണ്. അപ്പം മനസ്സിൽ എണ്ണിക്കുകയാണ് സാധാരണ ചെയ്യാറ്. 1 2 3 എന്ന് എണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നിർത്താണ്ട് പോകുന്നതും പിന്നെ ചില സ്ഥലത്ത് നമ്മൾ സ്റ്റോപ്പ് സൈനിൽ നിർത്തുമ്പം നമുക്ക് ലെഫ്റ്റും റൈറ്റും കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ അപ്പോൾ ആൾക്കാർ എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് നിർത്താണ്ട് സ്റ്റോപ്പ് സൈൻ കഴിഞ്ഞു പോയി നിർത്തും ഇത് കാണാൻ വേണ്ടി. അവിടെയാണ് ആൾക്കാർ തോക്കുന്നത്. ഞാൻ അങ്ങനെ തോറ്റൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് നല്ലപോലെ അറിയാം. നമ്മൾ പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ സ്റ്റോപ്പ് സൈനിൽ നിന്ന് 3 സെക്കൻഡ് കഴിഞ്ഞ് നമുക്ക് കണ്ടില്ല നമുക്ക് റോൾ ചെയ്യാം. അത് നിയമപരമായിട്ട് അലൗഡാണ്. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. എനിക്കുള്ള പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ടൈമിൽ തന്നെ ഇപ്പം എനിക്ക് 4 o'clockനായിരുന്നു തന്നത്. അപ്പം ഞാൻ 4 o'clock തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കിയല്ലേ? അവിടെ പോയി അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ബിക്കോസ് ഭയങ്കര തിരക്കായിരുന്നു. അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് മുൻകൂട്ടി അറിയാം എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റും. ജി ലൈസൻസ് ഉള്ള ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ നമുക്കുണ്ടെങ്കിൽ, അവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ. ഇനി നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു, ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സോണിയോടെ എക്സാമിന് എന്തൊക്കെയാണ് ചോദിച്ചത്? ലൈൻ ചേഞ്ച്, ഓഫ് കോഴ്സ് ലൈൻ ചേഞ്ച് പറഞ്ഞു. അത് കഴിഞ്ഞു പിന്നെ എന്നോട് ചോദിച്ചത് 3 point ടേൺ ചോദിച്ചു, അപ് ഹിൽ ചോദിച്ചു, പാരലൽ പാർക്കിംഗ് ചോദിച്ചു, ഫ്രണ്ട് പാർക്കിംഗ് ചോദിച്ചു. ഓക്കെ. ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചോദിച്ചു. ഓക്കെ. എന്നോട് റിവേഴ്സ് ചോദിച്ചില്ല, പിന്നെ ഡൗൺ ഹിൽ ചോദിച്ചില്ല. ഓക്കെ. ഡൗൺ ഹില്ലോ അപ് ഹില്ലോ ഏതെങ്കിലും ഒരെണ്ണമാണ് മിക്കവാറും ചോദിച്ച് കാണാറുള്ളത്. ഇൻസ്ട്രക്ടേഴ്സ് അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങളും ഒരുപാട് വരാറുണ്ട്. ചില ഇൻസ്ട്രക്ടേഴ്സ് ചില തെറ്റുകളൊക്കെ അങ്ങ് വേണ്ടെന്ന് വെക്കും, കണ്ണടയ്ക്കും. ചിലർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പം അത് നമ്മുടെ ചിലവർ പാരലൽ പാർക്കിംഗ് പറഞ്ഞിട്ടുള്ളപ്പോൾ പറഞ്ഞില്ലെങ്കിൽ അവരെ കൊണ്ട് റിവേഴ്സ് പാർക്ക് ചെയ്യും. ഓക്കെ. അപ്പം ഞാൻ ഒരിക്കലും പാരലൽ പാർക്കിംഗ് ചെയ്യിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. കാരണം റിയൽ ആയിട്ട് വേറെ ആരുടെയോ വണ്ടിയുടെ പുറകിലാണല്ലോ നമ്മൾ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം മൊത്തത്തിൽ ഇതൊരു പാടുള്ളൊരു സംഭവമൊന്നുമല്ല. ലൈസൻസ് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. പ്രത്യേകിച്ച് ഹെൽത്ത് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവരോട് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഏത് ഫീൽഡിലാണേലും നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം ലൈസൻസ് ഉണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ അവർ ചോദിക്കണം. ഓക്കെ. അപ്പം കാനഡയിൽ ഒരു ലക്ഷറി അല്ല ലൈസൻസ് എന്നുള്ളത്, നമ്മുടെ ഒരു നെസസിറ്റിയാണ്. അങ്ങനെ കാനഡയിൽ വന്നിട്ട് എങ്ങനെ ഒരു വ്യക്തിക്ക് G1ഉം G2ഉം ഇനി G എടുക്കേണ്ടതിൻ്റെയൊക്കെ ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടി കാണുമല്ലോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.